CPM RSS സഹകരണത്തിൽ എം.വി. ഗോവിന്ദനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ RSSുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കാണ് അടിയന്തരാവസ്ഥയെ എതിർത്തത്. ജനതാ പാർട്ടിയുമായി ഉണ്ടായത് തെരഞ്ഞെടുപ്പ് സഖ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ അമിതാധികാര വാഴ്ചക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണലിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത്. ഇന്നുവരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIMന്റെ അവരുള്ള നിലപാട്. പേരുകളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയായിരുന്നു മുഖ്യമന്ത്രി. അത് തന്നെയാണ്. അതായത് RSSുമായിട്ട് ഐക്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇന്ന് അത് തിരുത്തി അതിനകത്ത് കുറച്ചുകൂടി വ്യക്തത വരുത്തി നിലപാട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. RSSുമായിട്ട് ഒരു കാലത്തും ഇന്നും ഇന്നലെയും നാളെയും ഒരു കാലത്തും RSSുമായിട്ട് CPM ഐക്യപ്പെടില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതേസമയം എം.വി. ഗോവിന്ദന്റെ പരാമർശം അല്ലെങ്കിൽ അങ്ങനൊരു പ്രസ്താവന നടത്തിയ കാര്യത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതേക്കുറിച്ച് കൃത്യമായിട്ട് അത് തിരുത്തി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. എം.വി. ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, അതായത് പണ്ട് RSSുമായിട്ട് ഐക്യപ്പെട്ടിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് ചെയ്തത്. ഒരു കാലത്തും RSSുമായിട്ട് CPM ഐക്യപ്പെട്ടിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഇന്നലെയും നാളെയും ഒരിക്കലും CPM അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയല്ല. ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല CPM എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അത് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കാനുണ്ടായ സാഹചര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. CPM അടിയന്തരാവസ്ഥ കാലത്ത് ഒറ്റയ്ക്കാണ് പോരാടിയത് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം എം.വി. ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞ കാര്യം ഏത് ചോദ്യത്തിനാണ് ആ രീതിയിലുള്ള മറുപടി പറഞ്ഞതെന്ന് തനിക്കറിയില്ല. പക്ഷേ എം.വി. ഗോവിന്ദൻ തന്നെ അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ താൻ പറയേണ്ടതില്ല എന്നുള്ള മറുപടിയാണ് എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന ആ രീതിയിൽ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അതേസമയം RSSുമായിട്ട് ഐക്യപ്പെടാൻ ഒരു കാലത്തും CPMനെ കിട്ടില്ല എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിവാദമുണ്ടാക്കി CPMനെ RSSുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയാൽ അത് അത്ര പെട്ടെന്ന് യേശുന്ന കാര്യമല്ല എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് മറുപടിയായിട്ട് പറയുന്നുണ്ട്. അതേസമയം ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലത്തും CPM RSSുമായിട്ട് സന്ധി ചെയ്യില്ല, ഒരു വർഗീയ ശക്തിയുമായിട്ട് കൂട്ടുകൂടില്ല, RSSന്റെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിവാദത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ തള്ളിപ്പറയാനോ അദ്ദേഹത്തെ വിമർശിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ഒന്ന് തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. ഒരു കാലത്ത് പോലും CPM RSSുമായിട്ട് സന്ധി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്നലെയും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞ വാചകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. അതിനകത്ത് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്, നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അങ്ങനെയല്ല, ഇന്നലെയും നാളെയും ഒരിക്കലും RSSുമായിട്ട് സന്ധി ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്